ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ട ദുരന്തബാധിതരുടെ പ്രതിഷേധത്തിന് വിജയം. കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിക്കിടന്ന വീട്ടുവാടക അടിയന്തരമായി നൽകാൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ. കുട്ടികളടക്കം തെരുവിലിറങ്ങിയ സമരത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് അടിമാലി ലക്ഷം വീട് കോളനിയെ നടുക്കിയ മണ്ണിടിച്ചിലുണ്ടായത്. അപകട സാധ്യത കണക്കിലെടുത്ത് അന്നൊഴിപ്പിച്ച 23 കുടുംബങ്ങൾ ഇന്നും വാടക വീടുകളിലും മറ്റുമായി കഴിയുകയാണ്. ഇവർക്ക് കരാർ കമ്പനി വാടക നൽകാമെന്നായിരുന്നു മുൻപത്തെ ധാരണ. എന്നാൽ വാടക മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായ കുടുംബങ്ങൾ കരാർ കമ്പനിയുടെ യാർഡിന് മുന്നിൽ സമരം തുടങ്ങുകയായിരുന്നു. സമരം ശക്തമായതോടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. ADM-ഉം ദുരന്തബാധിതരും പങ്കെടുത്ത ചർച്ചയ്ക്ക് പിന്നാലെ കുടിശ്ശികയുള്ള 6,28,000 രൂപ കരാർ കമ്പനി സമരസമിതിക്ക് കൈമാറി. ഇൻഷുറൻസ് തുക വേഗത്തിൽ ലഭ്യമാക്കാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയ മന്ത്രി സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ വിഷയം വന്ന സമയത്ത് ചീഫ് സെക്രട്ടറി ഇക്കാര്യങ്ങളൊന്ന് ചുമതലപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ PWD സെക്രട്ടറിയും ജില്ലാ കളക്ടറും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വീടിന്റെ റെന്റിൽ വന്ന വിഷയമാണ് പ്രശ്നമായിട്ട് വന്നത്. ആ റെന്റ് കൊടുക്കാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ചീഫ് സെക്രട്ടറിയുടെ ഒരു അന്വേഷണത്തിന് റിപ്പോർട്ട് കൂടെ നമുക്ക് കിട്ടട്ടെ. അവർ കൊടുക്കുന്നെങ്കിൽ നല്ല കാര്യം. KSCB-യുടെ സ്യൂട്ടബിളായ ക്വാർട്ടേഴ്സ് കുറെ കൂടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ജോയിന്റ് ഒരു ഇൻസ്പെക്ഷൻ നടത്തി നല്ല ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അവരെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കത്തക്ക സാഹചര്യം ആലോചിക്കും. അതുവരെയും മാറ്റി പാർപ്പിക്കുന്നിടം വരെയും എവിടെയാണോ അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ വാടക കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി ആ നിലയിൽ ഗവൺമെന്റ് തന്നെ സ്വീകരിക്കും. ഇൻഷുറൻസ് നമ്മളായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഇൻഷുറൻസിന്റെ കാര്യം ഇതൊക്കെ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഈ അന്വേഷണത്തിന്റെ ലിമിറ്റിൽ പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവരത് കൃത്യമായിട്ട് പറയട്ടെ. അവർ പറയുമ്പോൾ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാം. സർക്കാർ നൽകിയ ഉറപ്പിന്മേൽ ദുരിതബാധിതർ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നടപടികൾ വൈകിയാൽ വീണ്ടും സമരം ആരംഭിക്കും എന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു. ജനം, ഇടുക്കി.